ഇന്നലെ ശരിക്കൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിരുന്നു കേട്ടോ, ജയിച്ച് കയറുക എന്നുള്ളത്. കാരണം സ്വന്തം ഹോം ഗ്രൗണ്ടിൽ നടക്കുന്ന ഒരു മാച്ചാണ്, ചെപ്പോക്കിൽ നടക്കുന്ന മാച്ച്, അതും തലയുടെ മുന്നിൽ വെച്ച് നടക്കുന്ന ഒരു മാച്ച്. മൊത്തത്തിലൊരു ക്രൗഡ് ഒന്ന് ഇളകി മറിഞ്ഞൊരു മാച്ച് ആയിരുന്നു ഇന്നലെ. കാരണം വിസിലടി ശബ്ദം ഫുൾ ടൈം ആയിരുന്നു കേട്ടോ. അതായത് CSK ബാറ്റ് ചെയ്യുന്ന സമയത്താണെങ്കിലും ബോൾ ചെയ്യുന്ന സമയത്താണെങ്കിലും ഓൾമോസ്റ്റ് തോക്കുന്ന ഒരു സ്റ്റേജിൽ പോലും അവിടെ ആ ഒരു ക്രൗഡിന്റെ ചിയറിംഗ് എന്ന് പറയുന്നത് വേറെ ലെവൽ തന്നെയായിരുന്നു. ഭയങ്കരമായിട്ടുള്ള ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. ആ സപ്പോർട്ടിൽ തന്നെ ആ ഒരു എനർജി പോസിറ്റീവായിട്ട് വൈബ്രന്റ് ആയിട്ട് ശരിക്കും ഈസി ആയിട്ട് ജയിക്കാൻ പറ്റുന്ന ഒരു മാച്ച് ആയിരുന്നു ഇന്നലത്തെ. കാരണം ഇന്നലെ ജയിച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടി ഈസി ആയനെ അടുത്തൊരു മാച്ച്. കാരണം അടുത്ത മാച്ച് എന്ന് പറയുന്നത് ലാസ്റ്റ് മാച്ചാണ് GTയുടെ കൂടെ. അപ്പൊ അതുകൊണ്ട് തന്നെ GTക്ക് ആണെങ്കിലും ഏകദേശം ആ ഒരു മാച്ച് ജയിച്ചേ പറ്റുള്ളൂ, ആൻഡ് CSK ആണെങ്കിലും ജയിച്ചേ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു സ്റ്റേജിൽ, കാരണം GT ഇപ്പം ക്വാളിഫൈ ഒക്കെ ആയി, പക്ഷെ ഇന്നലത്തെ ഒരു CSKയുടെ മാച്ചോടുകൂടി ഏകദേശം ബാക്കിയുള്ള രണ്ട് ടീമിനും കൂടി ഈസി ആയിട്ട് ഒരുമിച്ച് കിട്ടിയൊരു ഫീൽ ആയിരുന്നു ശരിക്കും ഇന്നലത്തെ ഉണ്ടായിരുന്നത്. പക്ഷെ എന്നാലും അടുത്ത മാച്ചിലും GT ജയിച്ചു തന്നെയായിരിക്കും കയറാൻ വേണ്ടി ശ്രമിക്കുക. പക്ഷേ CSKയുടെ ഭാഗത്ത് നോക്കി കഴിഞ്ഞാൽ അടുത്ത മാച്ച് കുറച്ച് ടഫ് ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് അഹമ്മദാബാദിലെ GTയുടെ ഹോം ഗ്രൗണ്ടിൽ നടക്കുന്ന മാച്ചാണ്. അപ്പം CSK ഇന്നലെ ജയിക്കണമായിരുന്നു. ആൻഡ് അതും ഹോം ഗ്രൗണ്ടിൽ ഫസ്റ്റ് ബാറ്റ് ചെയ്തിട്ട് 150 റൺസാണ് 20 ഓവറിൽ എടുത്തത്. ആ ഒരു 150 റണ്ണ് തന്നെ ഭയങ്കര ഓൾറെഡി തോറ്റു എന്ന് പറയാം. ടോസ് ജയിച്ചെങ്കിലും കളി ഏകദേശം കയ്യിൽ നിന്ന് പോയി എന്നുള്ളൊരു സ്റ്റേജ് തന്നെയായിരുന്നു. പിന്നെ ബോളിംഗിൽ പിടിക്കാന്ന് വെച്ചാൽ നമ്മൾ ഇതിന് മുന്നുള്ള CSKയുടെ മാച്ച് കണ്ടതാണല്ലോ, എങ്ങനെയാണ് ബോളിംഗിൽ പിടിക്കാന്നുള്ളത്. നല്ല രീതിയിൽ റണ്ണ് കൊടുക്കുന്ന ബൗളേഴ്സാണ്, പ്രത്യേകിച്ച് ഒന്ന് രണ്ട് ക്വാളിറ്റി ബൗളേഴ്സ് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ളവരൊക്കെ റണ്ണ് ഭയങ്കരമായിട്ട്, അതായത് എക്സ്പെൻസീവ് ആയിട്ട് റണ്ണ് കൊടുത്ത് വിക്കറ്റുകൾ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാറുണ്ട്. പിന്നെ നമുക്കറിയാലോ, ശിവൻ ഡൂബെ എന്നൊരു നല്ലൊരു ഫീൽഡർ CSK ഉള്ളത് കൊണ്ട് തന്നെ ക്യാച്ചുകളൊന്നും അധികം ഡ്രോപ്പ് ആവില്ല. അപ്പോൾ ആ ഒരു കാര്യത്തിൽ പേടിക്കാനില്ല, ഫീൽഡിന്റെ കാര്യത്തിൽ പേടിക്കാനില്ല. അപ്പോൾ ബ്രീവീസ് ഒക്കെ ഇങ്ങനെ മരിച്ചു കിടന്ന് പിടിച്ചാലും ഇവിടുന്ന് ഒരു ഡ്രോപ്പൊക്കെ വരുന്ന സമയത്ത് കളീന്റെ താളം തന്നെ തെറ്റുന്നതാണ്. അപ്പൊ അതന്നെയാണ് ഇന്നലത്തെ മാച്ചിന് സംഭവിച്ചത്. 151 പറഞ്ഞ ചേസ് ഈസി ആയിട്ട് അവർ ഏകദേശം ഒരു ഓവർ ബാക്കി നിൽക്കുകയാണ് കളി ജയിച്ചേട്ടോ. അതായത് 6 ബോൾ ബാക്കി നിൽക്കെ കളി ജയിക്കുക, 5 വിക്കറ്റിന്റെ വിജയം. ആ ഒരു സ്ഥലത്ത് ശരിക്കും ഒരു 6-7 വിക്കറ്റൊക്കെ പോകേണ്ട ഒരു സ്റ്റേജ് ആയിരുന്നു. എവിടേക്കോ വന്ന മിസ്റ്റേക്കുകളാണ് ശരിക്കും ഇന്നലെ CSKനെ തോൽപ്പിച്ചതെന്ന് പറയാം. CSKയുടെ തുടക്കം ഗംഭീരമായിരുന്നു. സഞ്ജു സാംസൺ വെടിക്കെട്ട് തന്നെയാണ് തുടങ്ങിയത് ശരിക്കും. അതായത് ഫസ്റ്റ് ബോൾ ആ ഒരു നോ ബോൾ വന്നതിന് ശേഷം പിന്നെ ഒരു 6-ൽ തന്നെയാണ് ഇന്നലെ സഞ്ജു സാംസൺ തുടങ്ങിയത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു അടി നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ആളുടെ വിക്കറ്റ് എടുക്കാൻ വേണ്ടി കരുതിക്കുട്ടി ക്യാപ്റ്റൻ തന്നെ കളിക്കളത്തിൽ ഇറങ്ങി ക്യാപ്റ്റന്റെ കയ്യിൽ കൊടുങ്ങായിരുന്നു. കാരണം ക്യാപ്റ്റന്റെ അറിയാലോ, നല്ല രീതിയിൽ ബോൾ ചെയ്യുന്ന ഒരു ബോളറാണ് പാറ്റ് കമിൻസ്. അതുകൊണ്ട് തന്നെ ആളുടെ കുറച്ച് ആ ഒരു എക്സ്പീരിയൻസും ട്രിക്കി സംഭവങ്ങളൊക്കെ വെച്ചിട്ട് സഞ്ജുവിനെ കൊടുക്കുകയായിരുന്നു. പക്ഷെ ആളടിച്ചത് 13 ബോളിൽ 27 റൺസ്, 5 4-ഉം 1 6 അടിച്ചിട്ടുണ്ടായിരുന്നു. 207 ആളുടെ സ്ട്രൈക്ക് റേറ്റ്. ഇന്നലെ സൂപ്പർ സ്ട്രൈക്കർ അവാർഡ് വാങ്ങിയതും സഞ്ജു സാംസൺ തന്നെയാണ്. പിന്നീട് ഇറങ്ങിയ നമ്മുടെ ഉർവിൽ പട്ടേൽ ആണെങ്കിലും ബ്രെവിസ് ആണെങ്കിലും കാർത്തിക് ശർമ്മ ആണെങ്കിലും അവരൊക്കെ അവരുടെ ഒരു നല്ല കോൺട്രിബ്യൂഷൻ ടീമിന് വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. ലോങ് ഇന്നിംഗ്സിലോട്ട് പോയില്ല എന്നുണ്ടെങ്കിലും ഉർവിൽ പട്ടേൽ ആണെങ്കിൽ പോലും 8 ബോളിൽ 13 റൺസാണ് അടിച്ചത്, 2 6 ആണ് ആളുടെ ബാറ്റിൽ നിന്ന് ഇറങ്ങിയത്.